Let us spend a few minutes in the presence of God. സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങൾക്കായി വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ്. ഇന്ന് നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോഴും കർത്താവിൻ്റെ സന്നിധിയെക്കുറിച്ചുള്ള ആ വാഞ്ച, ആഗ്രഹം, ദൈവത്തിൻ്റെ മന്ദിരത്തിൽ, ദൈവത്തിൻ്റെ ആലയത്തിൽ നാം കഴിക്കുന്ന ചില നിമിഷങ്ങൾ വേറെ 1000 നിമിഷങ്ങളെക്കാൾ, 1000 ദിവസത്തേക്കാൾ ഉത്തമം ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് ഈ പകലിൽ നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ, രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ, പ്രതികൂലങ്ങളെ മാറ്റുവാൻ, നമ്മെ കരം പിടിച്ച് നടത്തുവാൻ, നമ്മുടെ ഹൃദയത്തിൽ ആലോചന തരുവാൻ ദൈവ സാന്നിധ്യം നാം ഓരോരുത്തരും ഇന്ന് പകൽക്കാലം അനുഭവിക്കുവാൻ പോവുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് കർത്താവിൻ്റെ മേശയുമായിട്ടുള്ള ബന്ധത്തിൽ നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ പ്രാഗൽഭ്യത്തോട്, ശുഷ്കാന്തിയോട് ആ തിരുമേശയിൽ പങ്കെടുക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അത് വളരെ പ്രയോജനകരമായി തീരുവാൻ നമുക്ക് ഇന്ന് ദൈവം ഇടയാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. Thank you, Jesus. We praise the name of God. We praise the name of God. We glorify the name of God. ജീവിതത്തിൽ പല തടസ്സങ്ങൾ, അനേക തടസ്സങ്ങൾ പലരും അനുഭവിക്കുന്നു, പ്രയാസ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രാരംഭമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ആ പിഞ്ചു കുഞ്ഞുങ്ങളെ, പ്രിയ സജീവതൻ്റെ ഗ്രാൻഡ് ചിൽഡ്രന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലിയോ ആൻഡ് സെബാസ്റ്റ്യൻ, പ്രത്യേകിച്ച് നമുക്ക് മുട്ടിപ്പായി ആ വിഷയം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തിൻ്റെ സൗഖ്യം പകരുന്ന ആ കരം, ആ പ്രിയ പൈതങ്ങളെ തൊടുവാൻ അത്ഭുതകരമായ ഒരു വിടുതൽ, മറ്റുള്ളവരെ അതിശയിക്കുന്ന വിധത്തിൽ വളരെ വേഗത്തിൽ ദൈവത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കുവാൻ നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ കരം സ്പർശിക്കണമേ കർത്താവേ. അവിടുത്തെ വചനം അയക്കണമേ. പ്രിയ കുഞ്ഞുങ്ങളോട്, ഞങ്ങളോട് ദൈവത്തിന്റെ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ കർത്താവ് ഓർക്കരുത് കർത്താവേ. അവിടുത്തെ കരം സ്പർശിച്ച് അത്ഭുതകരമായി വിടുവിക്കണം. ദൈവകൃപ പകരണം. അവിടുത്തെ ശക്തി അയക്കണം. ദൈവം അപ്രകാരം ചെയ്യുന്നതിനായി സ്തോത്രം. Hallelujah. Hallelujah. In the name of Jesus we take victory. There is victory in the blood of Jesus Christ. Hallelujah. നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് ഈ ആരാധനയ്ക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ 2 or 3 പേർ ഒരുമിച്ച് കടന്നു വരുന്നിടത്ത്, ദൈവത്തിന്റെ നാമത്തിൽ കടന്നു വരുന്നിടത്ത് തിരുസാന്നിധ്യം ഉണ്ടാകും എന്ന് ഉള്ള അവിടുത്തെ വചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആരാധന കൈക്കൊള്ളുവാൻ, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ, ഞങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റുവാൻ, ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കുവാൻ ദൈവിക സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം, ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ദൈവത്തെ വിട്ട് നമുക്ക് എവിടെയും, എത്ര അകലെ പോയി വസിച്ചാലും അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ കർത്താവിന്റെ ഹിതത്തിന് വിപരീതമായി ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ലല്ലോ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ബലഹീനതകളെ, കുറവുകളെ ഒക്കെ ദൈവം ഇന്ന് പകൽക്കാലം പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയ്ക്ക് ഇനിയും കടന്നു വരുവാനുള്ളവരും വളരെ വേഗത്തിൽ തന്നെ ഇവിടെ എത്തിച്ചേരുവാൻ ദൈവം സഹായിക്കണം. ഈ സഭ ഈ പ്രദേശത്ത് വളർന്ന് വരുവാൻ ദൈവം ഇടയാക്കണമേ. ഇതിന്റെ വളർച്ചയ്ക്ക് തടസ്സമായിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും കർത്താവ് മാറ്റണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ സമീപിക്കുവാനും അവരെ ഈ സഭയിലേക്ക് ക്ഷണിക്കുവാനും സുവിശേഷം സംസാരിക്കുവാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് ആവശ്യമായ കൃപ തരണമേ, അവസരങ്ങളെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം.
ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവത്തിന്റെ കൃപയിൽ ഞങ്ങളായിരിക്കുവാൻ, ഞങ്ങൾ പാടുമ്പോൾ ആത്മാവിൽ പാടുവാൻ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവകൃപയോടുകൂടിയ ദൈവവചനം ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ദൈവം തരണമേ. വിശുദ്ധ മേശയിലെ ആരാധനയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ആരാധനയിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന എല്ലാ വ്യക്തികളിലും ദൈവത്തിന്റെ തിരുകൃപ അഭിഷേകം പകരണം. എല്ലാം മനോഹരമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. ആദ്യാവസാനം കൃപയോടുകൂടി ഞങ്ങളുടെ ആരാധനയെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആരാധനായ ക്രിസ്തുവിനെ ആരാധിക്കാനാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ആരാധനയ്ക്ക് വേണ്ടിയുള്ള 2 ഗാനങ്ങളാണ് ഇന്ന് പാടുന്നത്. നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് മനസ്സിലാക്കി പാടുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. യെശയ്യാവ് സ്വർഗത്തിൽ ദർശിച്ച ആരാധന സാറാക്കുകൾ 6 ചിറക് അവർക്കുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് കണ്ടിന്യൂസ്ലി ആർപ്പെടുന്ന ഒരു ദർശനമാണ് ദേവദാസൻ ദർശിച്ചത്. അത് നമുക്ക് വായിക്കുവാൻ ഇടയാവുന്നുണ്ട്. അതുപോലെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച്, നമ്മുടെ കരങ്ങളെ അടിച്ച്, നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് സമർപ്പിച്ച്, കണ്ണുകളെ അടച്ച് നമുക്ക് ഈ പാട്ട് പാടാം. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോടെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോടെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. നീ എൻ സർവ്വനീതിയും ആയിത്തീർന്നതാൽ ഞാൻ പൂർണ്ണയായി. നീ എൻ സർവ്വനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. നീ എൻ സർവ്വനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ധന്യനാൻ. ആരാധിക്കാം യേശു കർത്താവിനെ. നീ എൻ സർവ്വനീതിയും ആയിത്തീർന്നതാൽ ഞാൻ പൂർണ്ണനാൻ. നീ എൻ സർവ്വനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. നീ എൻ സർവ്വനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ധന്യനാൻ. ആരാധിക്കാം
സന്നിധിയിൽ മോദമോടിന്ന് നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന് നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനാരാധിക്കാം യേശു കർത്താവിനെ. We have come into this house and gathered in His name to worship Him. Amen. We have come into His house and gathered in His name to worship Him. We have come into His house and gathered in His name to worship Christ the Lord. Worship Him, Jesus Christ the Lord. Worship Him, Jesus Christ the Lord. Amen. Hallelujah. Hallelujah. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാൻ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് അവന് മഹത്വം കരയറ്റുവാനാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് അതിരുകളെ തുറന്ന് നമുക്ക് വീണ്ടും ആരാധിക്കാം. ഒരു പാട്ടുകൂടെ പാടാം. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ, സകലനാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും
പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സാറാഫുകൾ ആർത്തുവിളിക്കുന്നതുപോലെ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇന്ന് പരിശുദ്ധനായ ആ ദൈവത്തിന്റെ സന്നിധിയിൽ നാം അല്പസമയമായിരിക്കുമ്പോൾ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നാം വിശുദ്ധരായി തീരണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. ഇന്ന് നമ്മുടെ ആരാധനയിൽ ദൈവം നമ്മെ ഒരു പ്രത്യേകമായ വിധത്തിൽ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ മാറ്റുവാൻ, നമ്മെ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നാം പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ആരാധനയിൽ നമ്മൾ കടന്നു വരുന്നത് വിശുദ്ധ മേശയോടുള്ള ബന്ധത്തിലാകുന്നുവല്ലോ. നമ്മുടെ ജീവിതങ്ങളെ അല്പസമയം നമുക്ക് ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആദ്യം പാടിയ പാട്ട് പോലെ നമ്മെ തന്നെ മറന്നുകൊണ്ട് Hallelujah. Let us forget ourselves. Let's forget everything about ourselves. നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന പ്രയാസങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അതിനെയെല്ലാം മറന്നുകൊണ്ട്, നമ്മുടെ വ്യക്തിത്വത്തെ മറന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ മാത്രം ഓർത്ത് യേശുവിനെ മാത്രം ഇന്ന് പകൽക്കാലം നമ്മുടെ ആരാധനയിൽ നാം ഓർക്കുവാൻ, യേശുവിനെ മാത്രം ഉയർത്തുവാൻ ഈ ആരാധനയിൽ നമുക്ക് ദൈവം ഇടയാക്കട്ടെ. നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി, വിശുദ്ധ തിരുമേശ അനുഗ്രഹമായി തീരുന്നതിനും ഇന്നത്തെ ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവം അനുഗ്രഹിക്കുന്നതിന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഒരു പ്രത്യേക അനുഗ്രഹം പ്രാപിക്കുവാൻ, ദൈവം എല്ലാവരെയും സ്പർശിക്കുവാൻ, നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടുവാൻ, സംസാരിക്കുവാൻ, നമ്മെ ഉത്തേജിപ്പിക്കുവാൻ, നമ്മെ ഉണർത്തുവാൻ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് ആരാധന അനുഗ്രഹത്തിന് വേണ്ടി താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. Hallelujah. Thank you, Jesus. Praise you, God. Hallelujah. 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 Praise you, God. Praise you, God. Hallelujah. Yes, yes, Lord. We praise the name of Jesus. Hallelujah.
സ്തോത്രം കർത്താവേ. ഹാലലുയ സമയം കർത്താവേ, കർത്താവേ രോഗികളായ മക്കളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രത്യേക കർത്താവേ, വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹാലലുയ ദൈവത്തെ സൗഖ്യമാക്കണമെന്നാണ്. ഹാലലുയ കർത്താവേ സ്തോത്രം, പൂർണ്ണാരോഗ്യം ബലവും കൊടുക്കണമേ, കുടുംബത്തോട് മനസ്സറിയണമേ. ഹാലലുയ നിന്റെ സന്നിധിയിൽ ഉറപ്പാണ് കർത്താവേ, ദൈവത്തെ സഹായിക്കണമേ കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഈ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഹാലലുയ ഫെസിലിറ്റി കൊണ്ടുവരുവാൻ കൊടുത്തിരിക്കുന്ന കർത്താവേ, ഹാലലുയ നല്ല മനസ്സിനായി സ്തോത്രം കർത്താവേ. ഹാലലുയ അവരുടെ ജീവിതം, അവരുടെ ഹാലലുയ കുടുംബം, ഹാലലുയ അവരുടെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തെ സഹായിക്കണമെന്നാണ്. സ്തോത്രം സജീവ കർത്താവേ, ഹാലലുയ ശരീരത്തിൽ നടക്കുന്ന എല്ലാ സ്വസ്ഥതയും പരിപൂർണ്ണമായി വിട്ടുവിക്കണമേ. പൂർണ്ണാരോഗ്യം ബലപ്പെടുത്തുന്ന കർത്താവേ, സഭയ്ക്ക് അധികം ചുമൽ കൊടുക്കുന്ന കർത്താവേ, ഹാലലുയ ഒരുവനായി ദൈവത്തെ സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സഭയെ നയിക്കുന്ന ദാസനെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ചെയ്ത വേലകളെ മാനിക്കണമേ. തീരുമാനിച്ചിരിക്കുന്ന കർത്താവേ, സംസ്ഥാനത്തെ കൂടെ ഇരിക്കണമേ കർത്താവേ. എല്ലാം ഭംഗിയായി ചെയ്യുവാനുള്ള സർജൻസ് കൊണ്ട് കടന്നാഥ, ഹല്ലേലൂയ വീണ്ടും കർത്താവേ ആരോഗ്യത്തോടും ബലത്തോടും കടന്നുവന്ന് സഭയെ നയിക്കുവാനുള്ള ദാസിയെ കൊടുക്കണമേ കർത്താവേ. ദാസിയെ സഹായിക്കണമേ. സഭയ്ക്ക് വേണ്ടി നിൽപ്പാൻ പ്രാർത്ഥിപ്പാൻ, തലമുറകൾക്ക് വേണ്ടി നിൽപ്പാൻ പ്രാർത്ഥിപ്പാൻ ദാസിയെ വീണ്ടും ശക്തിയേറിയ കർത്താവേ. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ. അവർ ചെയ്ത വേലകളെ മാനിക്കണം. ഹല്ലേലൂയ. അവരുടെ പോക്കിലെ വരവിലെ സാന്നിധ്യത്തെ കൂടെ ഇരിക്കണം. അവരുടെ ജോലിക്കായിരിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ നിന്റെ സാന്നിധ്യത്തിന് അവരെ മറച്ചാട്ട് കർത്താവേ. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. കടന്നു വന്ന കർത്താവേ, അടികളോട് പാരാജന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണം, സഹായിക്കണം കർത്താവേ. ഹല്ലേലൂയ മോനായിരിക്കുന്ന നിന്റെ സാന്നിധ്യത്തിന് മറക്കണം കർത്താവേ. ഭാവിയെ കുറിച്ച് സഹായിക്കണമേ. അതുപോലെ അനേകർ കടന്നുവരുവാൻ കർത്താവേ, ഹല്ലേലൂയ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് കർത്താവേ നീ ഓരോരുത്തരെയും കൂട്ടിവരുത്തണമേ. സഭയുടെ അതിർത്തിയിലേക്ക് നീ വിസ്താരമാക്കണമേ. ഹല്ലേലൂയ സമം കാണണം. ഹല്ലേലൂയ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ ചെയ്താൽ കർത്താവേ, ഹല്ലേലൂയ അവരുടെ ഓരോരുത്തരെയും നീ ഉപയോഗിച്ചു വിടുമാറാകണം. സ്തോത്രം 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 കർത്താവേ. ഭഗവാനുടെ നൽകിയ കൃപയ്ക്ക് സ്തോത്രം. പ്രാർത്ഥനയെ കർത്താവേ വീണ്ടും ചുരുപ്പാൻ ഓരോരുത്തരെയും സഹായിപ്പാട്ട് കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സംസാരിപ്പാൻ ദാസിനെ ശക്തിയായിരിക്കണം കർത്താവേ. കേട്ട വചനം അതിന് ശ്രദ്ധയോടെ കൃപയെ നൽകണം നാഥ. ഹല്ലേലൂയ ഹല്ലേലൂയ. 30, 60, 100 മേനിമാരെ കർത്താവേ, ഹല്ലേലൂയ ഫലമായി പാണ്ഡേ കൃപ ചെയ്യണം നാഥ. ഹല്ലേലൂയ നിന്റെ വചനം അതിവേഗം ഓടുന്നു. നിന്റെ വചനത്തിലൂടെ കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ അതിന്റെ കർത്താവേ, ഹല്ലേലൂയ വിടുതലിന്റെ കാരണമാണല്ലോ നാഥ. ഹല്ലേലൂയ സമർപ്പിക്കുന്നു നാഥ. സമർപ്പിക്കുന്ന കർത്താവേ കുടുംബമായി സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ആവശ്യങ്ങളിൽ കൂടെ സംരക്ഷിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും കർത്താവേ അപ്പസ്നേഹിക്കുന്ന സ്തോത്രം. സകല മഹത്വം അപ്പസ്നെടുത്താൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കർത്താവേ.
അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിക്കണം. ദൈവമായ ദാസനെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ശാരീരികമായ ക്ലേശങ്ങളിൽ കൂടെ കർത്താവെ കടന്നുപോകാതെ സകലവുമായി ദൈവമാണ് കർത്താവെ ഞങ്ങളുടെ ശരീരങ്ങളെ സൃഷ്ടിച്ചവൻ. കർത്താവെ ഞങ്ങളുടെ ആവശ്യമായ ആരോഗ്യമായ ദാസനെ അവിടുന്ന് തൊടുകയും കർത്താവെ വിശുദ്ധമായ വിടുതൽ അവിടുന്ന് കൽപ്പിക്കുകയും ചെയ്യുവാനാണ് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമില്ലാതെ കർത്താവെ ഐശ്വര്യമായിരിക്കുന്ന പൈതലിനെ സഹായിക്കണമേ. വിടുതലിന്റെ കരം നീട്ടുവാനാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ക്രമേണ ലഭിച്ചു സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും സഹായിക്കണമേ. നിങ്ങളുടെ വിഷയങ്ങളിലൊക്കെ അറിയാത്ത വഴികളിലൂടെ ഞങ്ങളെ നടത്തുന്ന ദൈവം സമയത്ത് ആവശ്യമായ വഴികളെ തുറന്ന് സഹായിക്കുകയും ചെയ്യുമാറാകണമേ. സഹായിക്കണമേ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇനിയ കുടുംബമായി സഹായിക്കണമേ. എല്ലാ കാര്യങ്ങളും ദൈവങ്ങളിൽ പൂർണ്ണമായി പ്രാർത്ഥനകൾക്കായി സ്തോത്രം മാനമോത്വം തരുന്നു. സകല വേഗ ജീവൻ കഴിഞ്ഞു താഴ്ത്തിയുടെ നാമത്തിൽ Psalm 142 142 സങ്കീർത്തനമാണ് നാം വായിക്കുന്നത്. Psalm 142. വഴി തുറന്നിടും ദൈവം, വഴി തുറന്നിടും എൻ ദുഃഖത്തിൽ എൻ ഭാരത്തിൽ ആശയറ്റ വേളയിൽ വഴി അടയുമ്പോൾ ദൈവകരം പ്രവർത്തിക്കും. നൽകിടും യേശുവാശ്വാസം വൻകരത്തിനാ ദൈവശക്തിയാ. വഴി തുറന്നിടും ദൈവം, വഴി തുറന്നിടും എൻ ദുഃഖത്തിൽ എൻ ഭാരത്തിൽ ആശയറ്റ വേളയിൽ വഴി അടയുമ്പോൾ ദൈവകരം പ്രവർത്തിക്കും. നൽകിടും യേശുവാശ്വാസം വൻകരത്തിനാ ദൈവശക്തിയാ. Hallelujah. Praise God. Psalm 142. ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എന്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കണി ഒളിച്ച് വെച്ചിരിക്കുന്നു. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയും ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവസാനത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാൻ. ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടത് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നിന്നെ എന്നോട് ഉപകാരം ചെയ്തിരിക്കുക, നീതിമാന്മാർ എന്റെ ചുറ്റും വന്നുകൂടും. നമ്മുടെ വിശുദ്ധ കാര്യങ്ങളെ സ്വർഗത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ഉയർത്തി നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന,
നമ്മോട് കൂടെ ഇരിക്കുന്ന, നമ്മെ ഉള്ളം കരത്തിൽ പരിപാലിക്കുന്ന എത്ര ശ്രേഷ്ഠനായ ഒരു ദൈവമാണ്. ആ അറിവ് നമുക്ക് എത്രയോ ആശ്വാസമാണ്. നാം ഈ ലോകത്തിൽ ഒറ്റയ്ക്കല്ല. നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നാം ഏകരല്ല. നമ്മോട് കൂടെ ദൈവത്തിന്റെ കരമുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട് എന്ന് അറിയുന്നത് എത്രയോ ആശ്വാസകരമായ കാര്യമാണ്. ആ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ആ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. Lord, we thank you once again for your presence in our midst. We thank you for everything that you are doing, that you are holding us, you are guiding us, you are advising us, you are showing us the way that we need to walk. Even when there are so many enemies around us, we know none of them will come closer to us, because in the power of God, none of them can ever come close to us. We thank you for that assurance. We thank you for the promise. We give you glory and honor in Jesus' name. Amen. Amen. Please be seated. This morning we have another day that the Lord has given to us, that we can come and worship God in this place. When I just walked into this place, I was so thrilled to see all this chair, and I was just imagining if every one of this chair has an occupant. That is what we need to find and bring them into the house of the Lord. I have been actually, recently I have been having a more burden in my heart that we needed to somehow fill this house. And that is not a visual thinking. It is something that we need to do. Something is hard to do. We have been thinking about several families, inviting several families, and they say they're coming, but I haven't seen them yet. Even today, I have names that I was supposed to announce it, and they are not here. But sooner or later, people are going to be here, and I have no doubts about it. I am not getting discouraged. I don't want any one of us to get discouraged, and the Lord will work in His time. He does everything beautiful in His own time. This week, one brother called me, and he was here the first service and also the inauguration service. They go to the AG Church, and this person, I was so surprised that he called me all of a sudden. And so I told him that you need to be here. And so he told me he can't just leave the church without a reason. I said, that's fine. And he wanted to come to be with us if we have a weekend on-site prayer meeting. He wanted to come and see how he can mingle with us and how whether he can be a part of this church, and then gradually. And that is how it's going to happen. We have to bring people in, and then all of a sudden people may not come. And I'm going to be going to his house one of these days. I'm going to speak to him and meet with him. And so the Lord is working for us. So I told him that your call to me is a sign that this church will grow. And because I didn't expect him to call me, but he called me, all of us, out of the blue. So that is how the Lord is going to work. And so God's work is not done very quickly. Sometimes when things are in our hand, we can do it quickly. But this one will take a little time. But all the signs are there that the church is about to grow. And in the next few weeks, we will see some others joining us, especially the Benjamin family. They definitely wanted to be here, but something is holding them. And we just have to pray that that will break, whatever that little hold up. It needs to be broken down. I've been praying for that lately. Even this morning I sent them a message, but they will be here, and I believe that. And the last, our Wednesday meeting is a blessing. And last night, this Wednesday night, our Dr. Minnie Kurian had given us a very blessed, I call it blessed message, because
one of the reasons why we do this type of messages is because we wanted to be a church that not only think like usual, we wanted to think unusual things, outside the box kind of thing. We just not only emphasize the hands of God touching and working in our life, we also wanted to emphasize things that there are things that God has given us capabilities, and that we also need to intentionally utilize those things, and then our life will be better. This morning I will share a few things about that, but this was a blessed message, and this week, this Wednesday, Sister Annie Phillip is going to share same type of messages or whatever is in her heart. And the one time that she spoke before, it was a blessing. And one of the things that we will do in this church is that we wanted to make everybody capable. That is what I wanted to do, because when I study this leadership, there are two aspects that are very important: capacity, capability, and also commitment. Some people are too committed to do the work for the Lord, but they don't have the capacity, they don't have the capability. And then there are capable people out there, but they have no commitment to the work of the Lord. So in this church, my view is that we need to be capable and committed equally. So then only the kingdom of God can benefit with whatever the Lord has given to us. With that said, we will take the offering at this time, and the Sister Bibba is going to sing. പാടും ഞാൻ പരമേശ്വരനു സദനം എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരനു സദനം പാടും ഞാൻ പരമേശ്വരനു സദനം എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരനു സദനം ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാനാക്കി കൊണ്ടു കാത്തിരുന്നു കാലമായി
നല്ല പാട്ട്. Praise you, Jesus. ആർക്കും ഏതൊക്കെ തരുവാൻ സാധിക്കാത്ത ആത്മശക്തി. Hallelujah. Praise the Lord. ഈ ലോകത്തിൽ നാം ജീവിക്കുന്നത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടല്ല, നമ്മുടെ സ്വന്തം ബലം കൊണ്ടല്ല. ആർക്കും നമുക്ക് തരുവാൻ കഴിയാത്ത ആത്മശക്തി, അദൃശ്യമായ ശക്തി. ഇന്ന് ഈ ആരാധനയിൽ നാം ഓരോരുത്തരും അദൃശ്യ ശക്തിയാൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സമയത്ത് നാം നമ്മുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ദൈവകാര്യങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആവശ്യങ്ങളെയും ഓർത്തുകൊണ്ട് നാം ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. Praise you, Jesus. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ വീണ്ടും തിരുസന്നിധിയോട് അടുത്തു വരുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് സ്വയമായിട്ടില്ലാത്ത ശക്തിയാൽ നിറയ്ക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളെ താങ്ങുന്നവൻ നീയാകുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി തരുന്ന ദൈവം നീ മാത്രമാണ്. അപ്രകാരം ഒരു ദൈവം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ജീവിക്കുവാൻ കഴിയുന്നത് കർത്താവേ. അവിടുത്തെ അനുഗ്രഹങ്ങൾ, അവിടുത്തെ വചനങ്ങൾ, അവിടുന്ന് തരുന്ന പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തിലുള്ളതിനാൽ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ സഭയായി ഞങ്ങളെ തന്നെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അവിടുത്തെ സന്നദ്ധിയിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, പ്രിയാച്ചായനെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ദാസന്റെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രത്യാശയ്ക്കുമായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹൃദയത്തിലുള്ള എല്ലാ ദുഃഖങ്ങളെയും കർത്താവ് പൂർണ്ണമായി അകറ്റണമേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം കൊണ്ട് നിന്റെ മകനെ കർത്താവ് നിറച്ചു കൊള്ളണമേ. ആരോഗ്യം കർത്താവ് കൊടുക്കണമേ, ബലം കൊടുക്കണമേ. വാർദ്ധക്യത്തിലും കർത്താവ് അധികം ഫലം കായ്ച്ച് ദൈവനാമത്തിനായി ജീവിക്കുവാൻ കർത്താവ് സഹായിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയ സജീവന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളോട് സംസാരിച്ചതുപോലെ നിന്റെ ദാസന്റെ തലകറക്കം, അങ്ങനെയുള്ള ശാരീരികമായ അസ്വസ്ഥതകൾ എല്ലാം ദൈവം അറിയുന്നല്ലോ. കർത്താവെ, ഞങ്ങളുടെ ശരീരം മെടഞ്ഞവൻ നീയാകുന്നു, നിർമ്മിച്ചവൻ നീയാകുന്നു. കർത്താവെ, ലോകത്തിൽ അനേക ഉപകരണങ്ങളുണ്ട്, ഞങ്ങളുടെ ന്യൂനതകളൊക്കെ കണ്ടുപിടിക്കുന്ന അനേക സംവിധാനങ്ങളുണ്ട്. എന്നാൽ അവിടുത്തെ ദൃഷ്ടിയിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്നവൻ, ഞങ്ങളുടെ ശരീരത്തെ അറിയുന്നവൻ, ആത്മാവിനെ അറിയുന്നവൻ, ഞങ്ങളുടെ ന്യൂനതകളെ അറിയുന്ന ദൈവം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ കർത്താവേ, അവിടുത്തെ കരം സ്പർശിച്ച് അത്ഭുതകരമായി വിടുവിക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സൗഖ്യം അനുഭവിക്കുവാൻ, ദൈവം തരുന്ന സൗഖ്യം അനുഭവിക്കുവാൻ ദാസനെ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ കർത്താവേ, കഴിഞ്ഞ ദിവസം പല വിധത്തിലുള്ള വൈറസുകൾ നിമിത്തം ആശുപത്രിയിലായിരുന്നല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം പ്രിയ കുഞ്ഞുങ്ങളോട് കർത്താവിന് മനസ്സലിയണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം അയച്ച്, അവിടുത്തെ കരം സ്പർശിച്ച് അത്ഭുതകരമായി കർത്താവ് വിടുവിക്കണമേ. കർത്താവ്, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രയാസങ്ങൾ, മാതാപിതാക്കളുടെ പ്രയാസങ്ങൾ ഒന്നും ദൈവം ഓർക്കാതെ, ഹല്ലേലൂയ, അവിടുത്തെ സൗഖ്യം അയച്ച് അവിടുന്ന് വിടുവിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. പ്രിയ ബിന്ദു സിസ്റ്ററിനെ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ദൈവ കൃപയിൽ എത്രത്തോളം നിറച്ചതിനാൽ നന്ദിയോട് സ്തോത്രം. കൊടുത്തിരിക്കുന്ന എല്ലാ കഴിവുകൾക്കും പ്രാപ്തികൾക്കുമായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കർത്താവേ, ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ എല്ലാം ദൈവം സാധിപ്പിച്ചു കൊടുക്കണമേ. ശാരീരികമായ കർത്താവ് ബലപ്പെടുത്തി ആത്മാവിൽ ഉന്മേഷം നൽകി പ്രത്യാശയോട് ജീവിക്കുവാൻ ദൈവം കൃപ കൊടുക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. ഹൃദയത്തിലുള്ള എല്ലാ ഭാരങ്ങളെയും ദുഃഖങ്ങളെയും കർത്താവ് അകറ്റണമേ. പ്രിയ ഭവിന മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതലിനെ ഈ ചെറിയ പ്രായത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഉത്സാഹത്തിനും കർത്താവെ കഴിവുകൾക്കും ഒക്കെയായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. വിദ്യാഭ്യാസത്തിലും കർത്താവെ ദൈവം അനുഗ്രഹിക്കണമേ. ശാരീരികമായ കർത്താവ് ബലപ്പെടുത്തണമേ. എല്ലാ നിലയിലും ഈ ചെറുപ്രായത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവളായി ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണം. നല്ല ഭാവിയെ കർത്താവ് ഒരുക്കുന്നത് കൊണ്ട് നന്ദിയോട് സ്തോത്രം.
നിങ്ങളുടെ പ്രിയ സഹോദരി ആനിഫിലിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രസാദ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ നിന്റെ മക്കളെ സൂക്ഷിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. പ്രിയ സിസ്റ്ററിന് കൊടുത്തിരിക്കുന്ന എല്ലാ കഴിവുകൾക്കുമായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പാടുവാനും പ്രസംഗിക്കുവാനും ഒക്കെ ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകൾ ദൈവ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം സഹായിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. മകൾ കൊടുത്തിരിക്കുന്ന കമ്മിറ്റ്മെന്റിനായി സ്തോത്രം. കർത്താവേ, അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് അടുത്ത ബുധനാഴ്ച ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ദൈവം തന്നെ നാവിന്മേൽ അത്ഭുതകരമായ വചനത്തെ കൊടുക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദാനമായി കൊടുത്ത 2 മക്കളെയും പിന്നെ കുടുംബമായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. കർത്താവേ, ദൈവരാജ്യത്തിന് വേണ്ടി മാതാപിതാക്കളെ പോലെ തന്നെ പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കണമേ. പ്രത്യേകിച്ച് പ്രിയ ബേബിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കൂട്ടുകാരിയുമായി ദൈവവചനം ഷെയർ ചെയ്യുവാൻ ലജ്ജിക്കാത്ത സാക്ഷിയായി ദൈവം നിർത്തുന്നത് കൊണ്ട് സ്തോത്രം. വചനങ്ങൾ സംസാരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് തന്നെ നാവിന്മേൽ വചനങ്ങളെ കൊടുത്ത് കർത്താവെ സംസാരിക്കുന്ന വചനങ്ങൾ ശ്രദ്ധിക്കുവാനും അത് കൈക്കൊള്ളുവാനും കേൾവിക്കാരെയും കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അനേക യൗവനക്കാരും യേശുവിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ ലജ്ജിച്ച് പിൻവാങ്ങുമ്പോൾ പ്രിയ ബേബയ്ക്ക് പ്രകാരം കൊടുത്തിരിക്കുന്ന പ്രത്യാശയ്ക്കും പ്രാഗൽഭ്യത്തിനുമായും ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ വചനമാകുന്നത്. കർത്താവെ, ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ അനേകരെ കർത്താവ് ഇനിയും എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ വിൽസൺ ബ്രദറിനെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ മകന് കൊടുത്തിരിക്കുന്ന എല്ലാ പ്രത്യാശയ്ക്കും പ്രത്യേകിച്ച് ദൈവരാജ്യത്തിന്റെ പ്രവർത്തിക്ക് കൊടുത്തിരിക്കുന്ന പ്രാഗൽഭ്യത്തിനുമായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ അങ്ങയുടെ ദാസനെ അവിടുന്ന് കരങ്ങളിൽ എടുക്കണമേ. കൊടുത്തിരിക്കുന്ന എല്ലാ കഴിവുകളും കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ മിനിസിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാ കഴിവുകളും ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് കൊടുത്തിരിക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവ്, ഏത് അവസരങ്ങൾ കടന്നു വരുമ്പോഴും അവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ദൈവകൃപയോടും കർത്താവിന്റെ വചനത്തിലുള്ള ആഴമായ അറിവോടും കൂടി ചെയ്യുവാൻ ദൈവ അവസരങ്ങളെ ഒരുക്കുന്നതുകൊണ്ട് സ്തോത്രം. പ്രിയ മാതാവിനെ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ദൈവം കൃപ ചെയ്ത് നടത്തണമേ. അധികം പ്രത്യാശയോട് കർത്താവ് ജീവിക്കുവാൻ സഹായിക്കണമേ. ശരീരത്തെ കർത്താവ് ബലപ്പെടുത്തണമേ. രോഗങ്ങളിൽ നിന്ന് കർത്താവ് വിട്ടിരിക്കണമേ. ദൈവകൃപ അത്ഭുതകരമായ ദൈവകൃപ കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. ഞങ്ങൾ ആഷ്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആയിഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കർത്താവ് പേരൻസിനെ പോലെ തന്നെ ദൈവരാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ കർത്താവ് അവസരങ്ങളെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. പ്രത്യേകിച്ച് മെയ് 31-ാം തീയതി ഇവിടെ നടത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രാർത്ഥനാ മീറ്റിംഗിനെ ഞങ്ങൾ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക പ്ലാനിങ്ങുകളൊക്കെ ചെയ്യാനുണ്ട്, അനേകരെ ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. അത് വളരെ നന്നായി നടക്കുവാൻ ഇൻവൈറ്റ് ചെയ്യുന്ന എല്ലാവരും ഇവിടെ കടന്നു വരുവാനും അന്ന് നടക്കുന്ന മീറ്റിംഗ് വളരെ പ്രയോജനകരമായി തീരുവാനും എല്ലാവർക്കും പുതിയ ഉണർവും പ്രത്യാശയും കൈവരിക്കുവാനും അന്ന് കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ചെറിയ പ്രായത്തിൽ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണമേ. രോഗികളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ KJ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുനിശ്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ സാൻകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്രദർ KJ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോയിലായിരിക്കുന്ന ആഷ്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ എല്ലാം ജീവിതത്തിൽ വിവിധങ്ങളായ സാഹചര്യങ്ങളാണ് കടന്നു പോകുന്നത്. പലരും കഷ്ടതകളിൽ കൂടെ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. ദൈവം അവരെല്ലാം സ്പർശിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നീ വലിയവനാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിലും ദൈവം പ്രവർത്തിക്കുന്നതുകൊണ്ട് സ്തോത്രം. അടുത്ത മെയ് 1-ന് നടക്കുന്ന എന്റെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ സർജറിയുടെ കാര്യത്തിലും
ദൈവത്തിന്റെ സഹായവും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ സകലത്തെയും നിയന്ത്രിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. നാട്ടിലായിരിക്കുന്ന ജോൺ തോമസ് മാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ മകന്റെ ജീവിതത്തിൽ കർത്താവ് സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇവിടേക്ക് കടന്നു വരുവാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്രകളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒന്നുമില്ലാതെ ഇവിടെ എത്തിച്ചേരുവാൻ ദൈവം കൃപ ചെയ്യുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ വേലയെ സ്നേഹിച്ചെടുത്തിരിക്കുന്ന സ്തോത്ര കാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാകുന്നുണ്ട്. സ്തോത്രം. കർത്താവെ, അവിടുത്തെ വേലയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന എല്ലാവരെയും അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ ബുദ്ധിമുട്ടുകളിൽ, അവരുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ദൈവത്തിന്റെ കലവറകളെ തുറന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. അല്പസമയം കൂടി ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. വിശുദ്ധ മേശയുടെ ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കണം. ഞങ്ങൾ അതിൽ സംബന്ധിക്കുന്നത് ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. സ്തോത്രം. സകലമാനവും അതും ഞങ്ങൾ ദൈവത്തിന് തരുന്ന പ്രാർത്ഥന കേട്ടതുകൊണ്ട് ദൈവ തിരുനാമത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Amen. Praise God. I know this prayer is a long prayer, and somehow we need to pray for everybody every week, and that is why we have a church. And church is not, a social gathering. It is a spiritual gathering, and it is a time when we come together and call upon God and for His help, and that is why we are here. That's the main thing. So today I am going to speak a devotion, a small devotion about the Lord's Supper, and Pavina Mol is going to read. Can you read? Okay. Isaiah chapter 53 verses 1 through 8. Who has believed that he has heard from us, and to whom has the arm of God been revealed? For he grew up before him like a young plant, and like a root out of dry ground. He had no form or majesty that we should look at him, and no beauty that we should desire him. He was Amen. despised and rejected by men, and a man of sorrows and acquainted with grief. And as one from men hid their faces, he was despised, and we esteemed him not. Surely he has borne our griefs and carried our sorrows, yet we esteemed him stricken, smitten by God, and afflicted. But he was pierced from our transgressions, and he was crushed for our sins. Upon him was the punishment that brought us peace, and with his wounds are healed. He was oppressed and he was afflicted, yet opened not his mouth. Like a lamb that had led to the slaughter, and like a lamb that before its shears are silenced, so he opened not his mouth. By oppression and judgment he was taken away. As for his generation, who considered that he was cut off out of the land of the living, stricken by the transgression of my people. Thank you, Mona. That was so many hard words. I know it was pretty tough verses to read, and thank you for reading it. I thought just speak about the Lord's Supper itself, and instead of finding a message from somewhere else, and especially when we come together to take the Lord's Supper, we need to reflect on what Jesus Christ has done. And this is one scripture that we use to reflect upon the Lord's Supper. I always read from Corinthians. Today also I will read from Corinthians. But this is a scripture that we have to look at. It tells us exactly what Christ has done for us. ഈ വേദഭാഗത്തിലാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന വേദഭാഗമാണ് ഇത്. ഈ വേദഭാഗം യെശയ്യാ 53 ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്.
I'm just going to say a little summary first, and then I will go to some details. One, ആദ്യത്തെ ചില വാക്യങ്ങളിൽ ഇവിടെ ഒരു ദിസ് ഇസ് ടോക്കിംഗ് അബൌട്ട് എ സഫറിംഗ് മെസ്സായ, ഒരു കഷ്ടപ്പെടുന്ന പീഡനങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു മശീഹ. സഫറിംഗ് സെർവന്റ് എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഉപയോഗിക്കുന്ന ആളുകൾ സാധാരണ റെഫർ ചെയ്യുന്ന സഫറിംഗ് സെർവന്റ്. Christ is a servant. So this is talking about the Messiah. So I'm just going to use the word Messiah than servant. So ഇവിടെ പീഡ അനുഭവിക്കുന്ന ഒരു മശീഹായെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. That is, he was rejected. The first couple of verses talking about the rejection of that Messiah. യോഹന്നാന്റെ ഒക്കെ സുവിശേഷത്തിൽ വായിക്കുന്ന അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടു. They rejected him. So the first couple of verses talk about the rejection of the Messiah. The second thing that we see here is predictions about the crucifixion. അതാണ് അടുത്ത ചില വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, predictions about the crucifixion. Then lastly what we see is that because of all the sufferings he had gone through, the salvation that came to the whole world. യേശുവിന്റെ കഷ്ടാനുഭവങ്ങൾ മുഖാന്തരം മനുഷ്യവർഗത്തിന് ലഭിച്ചിരിക്കുന്ന രക്ഷ. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈ അധ്യായത്തിലെ 12 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ I think we had the Resurrection Sunday, the Easter Sunday. So I talked about what made Christianity different from other religions. Christianity എന്തുകൊണ്ടാണ് മറ്റ് റിലീജിയനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? അതിൽ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഗ്യാരണ്ടിയാണ്. നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അപ്പൊ ഈ ഭാഗത്ത് ചില സവിശേഷതകൾ ഞാൻ കാണിക്കാം. ക്രിസ്ത്യാനിറ്റിക്ക് മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില സവിശേഷതകൾ. അത് യെശയ്യ 53-ാം അധ്യായത്തിന്റെ ആദ്യ അവസാനം നോക്കുമ്പോൾ ക്രിസ്തു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗമാണ്. What is going to happen to Jesus Christ? ഇതൊരു കോയിൻസിഡന്റ് അല്ല. ഇതിവിടെ വേദഭാഗം ഇങ്ങനെയുണ്ട്, യേശു ക്രിസ്തുവിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇറ്റ്സ് നോട്ട് കോയിൻസിഡന്റ്, ബട്ട് ഇറ്റ് വാസ് pre-ordained. It was actually revealed. അത് നേരത്തെ നിശ്ചയിച്ചിരുന്നതും പ്രവാചകന്മാർ മുഖാന്തരം വെളിപ്പെടുത്തിയിരിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സുവിശേഷങ്ങൾ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം ലാസ്റ്റ് ചില അധ്യായങ്ങളും വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാം. അപ്പൊ അത് നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ we can see how he fulfilled. ഇതിന്റെ ഫുൾഫിൽമെന്റ് നമുക്ക് കാണാൻ കഴിയും. ഇനി യേശു ക്രിസ്തുവിന്റെ പീഡയും ക്രൂസിഫിക്ഷനും ഉയർത്തെഴുന്നേൽപ്പും മാത്രമല്ല, യേശു ക്രിസ്തു എങ്ങനെയാണ് ജനിക്കുന്നതെന്ന്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അപ്പൊ യേശു ക്രിസ്തുവിനെ കാണാനായിട്ട് വന്ന വിദ്വാൻമാരൊക്കെ അവൻ എവിടെയാണ് ജനിക്കുന്നത് എന്ന് കണക്ക് കൂട്ടി നോക്കിയപ്പോഴും പറഞ്ഞു അവിടെ ഇന്ന സ്ഥലത്താണ്. അതെല്ലാം പ്രവാചക വാക്യങ്ങളാണ്. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഉള്ള സകല കാര്യങ്ങളും ദൈവം മുന്നമേ വെളിപ്പെടുത്തി. അതാണ് ഈ ക്രിസ്തീയ വിശ്വാസം. നമ്മുടെ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയാം, നമ്മുടെ വിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വ്യത്യസ്തമായിരിക്കുന്നതിന്റെ കാരണം അതാണ്. കാരണം ഇത് ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടതും ദൈവം തന്നെ നിയന്ത്രിക്കുന്നതും ദൈവം തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമായതുകൊണ്ട് അതുകൊണ്ടാണ് ഈ നമ്മുടെ വിശ്വാസം ഇത്ര വളരെ ശക്തമായിട്ട് പ്രചരിക്കുന്നതിന്റെ ഒരു കാര്യം അതാണ്. കാരണം ദൈവം ഇതിനകത്തിലുണ്ട്. ദൈവത്തിന്റെ
പ്രവർത്തനം ഇതിനകത്തിലുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം അതാണ് ഈ യെശയ്യാവിന്റെ പ്രവചനത്തിൽ കൂടി നാം കാണുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സഫറിങ് ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നാം ഇവിടെ കാണുന്നത് യേശു ക്രിസ്തു ഈ വാക്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? യേശു ക്രിസ്തു സ്വന്തം പാപത്തിന് വേണ്ടിയിട്ടല്ല മരിച്ചത്. യേശു ക്രിസ്തു മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി. യേശു ക്രിസ്തു ഒരു അകൃത്യയാഗമായി തീർന്നു. അത് സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയിട്ടോ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തമായി തീരുവാൻ, മറ്റുള്ള ഒരു വ്യക്തി മരിക്കേണ്ടുന്ന സ്ഥാനത്ത് പകരം നിന്ന മരണമാണ്. ഇറ്റ് വാസ് എ സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത്. ഇറ്റ് വാസ് എ ഡെത്ത് ഇൻ ദ പ്ലേസ് ഓഫ് മീ. ഹി ഡൈഡ് ഫോർ മീ and he took the punishment of my sins and my problems. That is what is all. ഇതിന്റെ എല്ലാ എസൻസ് നമ്മൾ നോക്കുമ്പോൾ that is the essence. യേശു ക്രിസ്തു ഒരു പ്രായശ്ചിത്ത യാഗമായി തീർന്നു. ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത് ഇവിടെ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി നൽകി. ഞാൻ ഇനിയും ഇതിന്റെ വാക്യങ്ങളുടെ ഘടന കൂടി പറഞ്ഞിട്ട് we will go into the Lord's Supper. ആദ്യത്തെ 3 വാക്യങ്ങളിലാണ് ഈ റിജക്ഷൻ, talking about the rejection and the suffering of Jesus Christ. ഞാൻ അവിടെ ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് എനിക്കിപ്പോൾ ഉപയോഗിക്കാൻ കാരണം when this was written, Jesus Christ was not here. But now I see the fulfillment in Jesus Christ, so I can use the word and say, yes, this is fulfilled. Jesus was rejected. Jesus went through the suffering. So the first 3 verses talk about the rejection and the suffering. യേശുവിനെ റിജക്റ്റ് ചെയ്തതും യേശു ക്രിസ്തു അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ചും ആണ് ആദ്യത്തെ 3 വാക്യങ്ങൾ സംസാരിക്കുന്നത്. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ സംസാരിക്കുന്നത് is about the substitutionary death. നമുക്ക് വേണ്ടി പകരം ഒരു സാക്രിഫൈസ് ആയി തീർന്ന, ഒരു യാഗമായി തീർന്ന കാര്യങ്ങളെ കുറിച്ചാണ് 4-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ. ഞാൻ ചില വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നുണ്ട്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം, you look at that word, അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം, അവൻ എൻ്റെ അകൃത്യം നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്യമാണിത്. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. I'm going to talk a few things about that. അപ്പോൾ ഇവിടെ കാണുന്നത് 2 കാര്യമാണ്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ മരണം, നാം മരിക്കേണ്ടുന്ന ആ പ്ലേസിൽ യേശു ക്രിസ്തു നമുക്ക് പകരക്കാരനായി തീർന്നു. നമ്മുടെ പാപത്തിന്റെ ശാപത്തിന്റെ ശിക്ഷ യേശു സ്വയം ഏറ്റെടുത്ത കാൽവരി ക്രൂശിൽ. അതാണ് that is what we see here, the substitutionary death. Jesus became a substitution for us. ഇനിയും ഇവിടെ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ഈ വാക്യം കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമുക്ക് ശാരീരികമായിട്ടൊരു രോഗം വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് രോഗത്തിൽ നിന്ന് സൗഖ്യം ഉണ്ടാകും. അത് ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷെങ്കിൽ എനിക്ക് വേറെ ഒരു ചിന്തയാണുള്ളത്. നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. എല്ലാ രോഗങ്ങളും സൗഖ്യമാകത്തില്ല. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എല്ലാ രോഗങ്ങളും സൗഖ്യമാകത്തില്ല. ചില രോഗങ്ങളും സൗഖ്യമാകും. യേശു ക്രിസ്തു ജീവിച്ച സമയത്ത് തന്നെ അനേക രോഗികൾ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും സൗഖ്യമായില്ല. ദൈവം ചിലരെ സൗഖ്യപ്പെടുത്തി. അപ്പൊ ഏത് രോഗം സൗഖ്യമാകും, ഏത് രോഗം സൗഖ്യമാകത്തില്ല എന്ന് we have no idea. But what we can do is we can pray by his stripe
our diseases are healed. അത് നമ്മുടെ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ സൗഖ്യം നമുക്ക് വരും. ഈ സൗഖ്യത്തിന് ഒരു ഫിസിക്കൽ ഹീലിംഗിന്റെ അപ്പുറത്തൊരർത്ഥം. ദാറ്റ് ഈസ് വാട്ട് ഐ ആം തിങ്കിങ് അബൌട്ട്. നമ്മുടെ ശാരീരികമായ പല രോഗങ്ങളും ഉത്ഭവിക്കുന്നത് മനസ്സിലാണ്. You probably know that too. നമ്മുടെ ശാരീരികമായ പല രോഗങ്ങളും ഉത്ഭവിക്കുന്നത് ശരീരത്തിലല്ല, മനസ്സിലാണ്. I think they are called psychosomatic diseases. അപ്പോൾ there's a lot of psychosomatic diseases. Some people think they are sick, but they are not actually sick. ചിലർ വിചാരിക്കും അവർ രോഗികളാണ്, അവർക്ക് രോഗമില്ല. But the physical symptoms of the disease will appear from somewhere. അപ്പോൾ അങ്ങനെയുള്ള ചില രോഗങ്ങളുണ്ട്. ഇനി യേശുക്രിസ്തു നിമിത്തം നമുക്ക് എങ്ങനെയാണ് സൗഖ്യം വന്നിരിക്കുന്നത്? അത് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. കൊരിന്ത്യരിൽ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം പോയി. ഒരു കംപ്ലീറ്റ് ഓവർഹോളിംഗ് ആണ് നടക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി നമുക്ക് ഓടാത്ത ഒരു കാറ് ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് അതിന്റെ സാധനങ്ങളെല്ലാം അഴിച്ച് അതിന്റെ ന്യൂനതകളൊക്കെ മാറ്റി പുതിയ പാർട്സ് ഒക്കെ ഇട്ട് അതിനെ ഓവർഹോൾ ചെയ്ത് പുതിയ ഗ്രീസും അതും എല്ലാം ഇട്ട് കൊണ്ട് ഇറങ്ങി കഴിയുമ്പോൾ പുത്തൻ പോലെ ഓടുന്ന പോലുള്ള ഒരു പ്രോസസ്സാണ് ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നത്. പഴയതെല്ലാം പോയി. എവറിത്തിങ് ഹാസ് ബിക്കം ന്യൂ. ആ ന്യൂ ആയിട്ടുള്ള ആ പ്രോസസ്സിൽ അവർ തിങ്കിങ് ഈസ് ഓൾസോ ന്യൂ. നമ്മുടെ ചിന്ത പഴയ ചിന്തയല്ല, നമ്മുടെ ചിന്ത തന്നെ പുതിയ ചിന്തയാണ്. പഴയ ചിന്ത എന്ന് പറയുമ്പോൾ ജഡത്തിന്റെ ചിന്തകളാണ്. അപ്പൊ നമുക്ക് എങ്ങനെ സുഖലോലുപരായി ജീവിക്കാം, നമുക്ക് എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കരുതെന്നല്ല. ബട്ട് ദാറ്റ് ഷുഡ് ബി അണ്ടർ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നുള്ളതാണ് ദൈവവചനം. ബാക്കി ചിന്തകളൊക്കെ അതിന്റെ കീഴിൽ വരുന്ന ചിന്തകളാണ്. അപ്പൊ നമ്മുടെ ചിന്തയിലാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. നമ്മുടെ ചിന്തയിൽ ഈ മാറ്റം ഉണ്ടാകുമ്പോൾ that will automatically cure many diseases എന്നാണ് എൻ്റെ ബലമായ അഭിപ്രായം. നമ്മുടെ ചിന്ത ശരിയായി കഴിയുമ്പോൾ it will bring സൗഖ്യം. അവന്റെ അടിപ്പിണരുകളാൽ കാൽവറി ക്രൂശിൽ കർത്താവ് മരിച്ചത് കൊണ്ട്, അവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തിയത് കൊണ്ട്, അവന്റെ രക്തത്താൽ നമ്മളെ കഴുകിയത് കൊണ്ട്, നമ്മെ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതി ചേർത്തത് കൊണ്ട്, നിത്യജീവൻ അവകാശികളാക്കി തീർത്തത് കൊണ്ട് നമ്മുടെ ചിന്തയിൽ മാറ്റം വന്നു. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എങ്ങനെ രോഗം വരാമെന്നുള്ള കാര്യത്തെ കുറിച്ചല്ല. നമ്മൾ രോഗത്തെ കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല. That is another thing. We are not thinking about sickness because with Christ it came to us. We have a new thinking. നമ്മുടെ ചിന്ത പുതുതായി തീർന്നു. ആ ചിന്ത നിമിത്തം നമ്മുടെ ലൈഫിൽ അനേക മാറ്റങ്ങൾ വരും. ഇനി ഞാൻ അത് ഒന്നുകൂടെ വിശദീകരിക്കുകയാണെങ്കിൽ, ഈ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ they probably die out of some sort of liver related problem. നമ്മളിപ്പോൾ ആൽക്കഹോൾ വളരെ താല്പര്യമായിട്ടിരുന്ന ഒരു വ്യക്തി കർത്താവിനെ അറിഞ്ഞു, ദൈവത്തെ സ്വീകരിച്ചു, യേശുവിനെ സ്വീകരിച്ചു, രക്ഷിതാവായി സ്വീകരിച്ചു, കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്തു. നേരത്തെ കള്ളുഷാപ്പിന്റെ പടിക്ക് കൂടെ പോകുമ്പോൾ ഈ വ്യക്തി അങ്ങോട്ട് കയറി പൈസ ഇല്ലെങ്കിലും കടം വാങ്ങിച്ചുകൊണ്ട് കയറും. പക്ഷെങ്കിൽ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ he is going to pass those kind of acts. എന്താണ് അവിടെ? ചിന്തയ്ക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. ആ ചിന്തയ്ക്ക് മാറ്റം വന്നതുകൊണ്ട് ഈ പ്ലേസിനെ തരണം ചെയ്തു പോകാനുള്ള വിൽ പവർ ആ വ്യക്തിക്ക് ഉണ്ടായി. അപ്പൊ ആ വ്യക്തി ഇനിയും ലിവർ ഡിസീസ് കൊണ്ട് മരിക്കത്തില്ല. അപ്പൊ അതുപോലെ തന്നെ ദുർമാർഗത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ I don't want to say, but ദുർമാർഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ഏതെല്ലാം തരത്തിലുള്ള ഡിസീസ് ഈ വ്യക്തിയെ ക്യാപ്ചർ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്കെല്ലാം ഊഹിക്കാൻ പറ്റും. ഓരോ തരത്തിലുള്ള ബിഹേവിയർ, ഓരോ തരത്തിലുള്ള ഡിസീസിന് ഇവരെ അടിമകളാണ്. പക്ഷേ കർത്താവിനെ കണ്ടുമുട്ടിയ വ്യക്തികൾ അവരുടെ ചിന്തകളിൽ വന്ന മാറ്റം കൊണ്ട് അങ്ങനെയുള്ള ബിഹേവിയറിന് അഡിക്റ്റഡ് ആകുന്നില്ല. അഡിക്റ്റഡ് ആകാത്തത് കൊണ്ട് അവർക്ക് ഈ സൗഖ്യം, രോഗം വരാതെ തന്നെ അവർക്ക് ഈ സൗഖ്യം വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾക്ക് അനേക രോഗങ്ങൾ വരാതെ
നമ്മെ സൂക്ഷിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസ നിമിത്തമുള്ള പ്രവർത്തികൾ, നമ്മുടെ ഹാബിറ്റ്സുകൾ, നമ്മുടെ ബിഹേവിയറുകൾ, ഇതെല്ലാം നമ്മളെ രോഗത്തിൽ നിന്ന് വിമുക്തരാക്കുന്നതാണ്. ഞാനിപ്പോൾ കള്ളം കുടിച്ച് സിഗരറ്റും വലിച്ച് പിന്നെ അവിടെ അടിയുണ്ടാക്കി ഇവിടെ ഒരു അടിയൊക്കെ ഉണ്ടാക്കി ആളുകൾ തല്ലിക്കൊല്ലത്തില്ലേ. അതുകൊണ്ടാണ് ആയുസിന്റെ മധ്യത്തിൽ വെച്ച് ചിലർ നശിച്ചു പോകുന്നു എന്ന് പറയുമല്ലോ. അത് എന്താണ്? കാരണം നമ്മുടെ ബിഹേവിയർ ഈസ് ലീഡിങ് us into those kind of things. അപ്പൊ കർത്താവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യം മാത്രമല്ല, രോഗം വരാതെ നമ്മെ സൂക്ഷിക്കുന്നതും ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ അമേരിക്കയിലൊക്കെ വന്ന സമയത്ത് എനിക്ക് നാട്ടിൽ വണ്ടിയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് വണ്ടിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അന്ന് വണ്ടിക്ക് എന്തെങ്കിലും കേടാകുമ്പോഴേ ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും. ഇപ്പൊ I will take my car every certain miles. I take it and they do preventive care. അതാണ് ഇവിടെ നടക്കുന്നത്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട്, യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട്, ഇറ്റ് ബ്രിങ്സ് us preventive care. രോഗം വരാതെ നമ്മുടെ മനസ്സിനെ ദൈവം പ്രത്യാശയാൽ നിറച്ച് നമുക്ക് പുതിയ ഉണർവ്, പുതിയ പ്രത്യാശ ഇതൊക്കെ തരുമ്പോൾ തന്നെ അനേക രോഗങ്ങൾ മാറിപ്പോകും. This may be something new that you may hear from me, but this is what I believe. I believe when God comes into our life, that automatically removes so many problems. Then here and there will be some problems that we have to face. ഇപ്പം പ്രായത്തിന്റെ കൂടുതൽ കൊണ്ട് എന്തെങ്കിലും നമുക്കൊരു രോഗം വരികയാണെങ്കിൽ that's natural. പക്ഷെങ്കിൽ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് രണ്ടർത്ഥമാണ്. ഒന്ന്, അനേക രോഗങ്ങൾ വരാതെ നമ്മെ സൂക്ഷിക്കും. രണ്ട്, വന്ന രോഗങ്ങൾക്ക് കർത്താവ് സൗഖ്യം തരുവാൻ മതിയായവനാണ്. അവന്റെ സൗഖ്യദായക ശക്തി ഉണ്ട്. സോ അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രവൃത്തിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഈ ഒരു വേദഭാഗം നമുക്ക് വളരെ ആശ്വാസം തരുന്നതാണ്. അവൻ സബ്മിറ്റ് ചെയ്ത ഒരു സേവ്യറാണ്. He submitted himself silently, submission. അവിടെ ഒന്നും വായിക്കുന്ന എങ്ങനെയാണ്? തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെയിരുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതെയിരുന്നു. പീലാത്തോസ് യേശുവിനെ വിസ്തരിക്കുന്ന ആ രംഗങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ദിസ് ഈസ് എ ഫുൾഫിൽമെന്റ്. യേശു ക്രിസ്തു അനങ്ങാതെ എന്തെല്ലാം അക്യൂസേഷൻ യേശുവിന്റെ മേൽ ആരോപിച്ചിട്ടും he never defended himself. കാരണം യേശു ക്രിസ്തു ലോകത്തിൽ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡിഫെൻഡ് ചെയ്യാനൊന്നുമല്ല, അനേകർക്ക് വേണ്ടി മറുവിലയായി തീരുന്നതിന് വേണ്ടി. അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തു പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇഷ്ടപ്പെട്ടു. ഒരു പ്രാർത്ഥനയിൽ നാം എന്താ കാണുന്നത്? കർത്താവേ, പിതാവേ, തിരിക്കുന്നതാകുന്നെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണം. പക്ഷെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം തന്നെ നിറവേറണം. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്തു. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. അവസാനത്തെ വാക്യമാണ് ഇത്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ വലിയ പ്രത്യാശയുള്ള ജീവിതം ചെയ്യുവാൻ നമുക്ക് അവസരം ദൈവം തന്നു. ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ സ്വന്തമായിട്ട് ഇത് കൈവരിക്കാൻ കഴിയത്തില്ല. ഒരു മനുഷ്യനും അവന്റെ രക്ഷ പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയത്തില്ല. രക്ഷ സൗജന്യമായതുകൊണ്ട് പലരും അതിനെ വലിയ ഗണ്യമാക്കാറില്ല. സൗജന്യമായി ചെയ്യുന്ന കാര്യങ്ങളെ ആളുകൾ പുച്ഛിച്ച് ഇത് ചീപ്പാണെന്ന്
വിചാരിച്ച് അതിനെ തള്ളിക്കളയും. പക്ഷെങ്കിൽ കർത്താവ് ഈ ലോകത്തിൽ നമുക്ക് രക്ഷ ഏർപ്പെടുത്തിയപ്പോൾ, രക്ഷിക്കപ്പെടുവാനുള്ള അവസരങ്ങളെ ഒരുക്കിയപ്പോൾ അത് പൂർണ്ണമായും സൗജന്യമാണ്. ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, ദൈവത്തിന്റെ കൃപയിൽ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സൗജന്യമായി പ്രാപിക്കുവാൻ വേണ്ടി ഒരു മനുഷ്യന്റെ പ്രവൃത്തി വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഒരു മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. പക്ഷെ രക്ഷിക്കപ്പെട്ടവന്റെ പ്രവൃത്തി നല്ലതായിരിക്കും. അപ്പൊ പ്രവൃത്തി അതിനകത്ത് there is an influence for the work. അപ്പൊ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പ്രവർത്തിക്കാമെന്നല്ല. But once you accepted the Lord, then we have a different life. നമ്മളിപ്പോൾ ഈ ആരാധനയുടെ ഏറ്റവും ഒരു സേക്രഡ് മൊമെന്റിലാണ് നമ്മൾ കടന്നു വരുന്നത്. We are just going to participate in the Lord's table. We call it the communion, and this is the communion in the body and the blood of Jesus Christ. നാം ഇവിടെ ചിന്തിച്ചതുപോലെ കർത്താവ് നാം മരിക്കേണ്ടുന്ന സ്ഥാനത്ത് യേശു ക്രിസ്തു നാം ഏൽക്കേണ്ടുന്ന ശിക്ഷ, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ, നമ്മുടെ പ്രവർത്തനങ്ങൾ നിമിത്തമുള്ള കുറവുകൾ എല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. കർത്താവ് കാൽവരി ക്രൂശിൽ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി തന്നു. കർത്താവിന്റെ രക്തം സകല പാപങ്ങളും മോചിക്കുന്നതാണ്. എന്റെ എത്ര കടും ചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ആ രക്തത്താൽ കഴുകൾ പ്രാപിച്ചവരാണ് നാം എല്ലാവരും. ഇന്ന് നാം ഈ കർത്താവിന്റെ മേശയിലേക്ക് കടന്നു വരുമ്പോൾ നാം നമ്മുടെ മനസ്സിൽ ധ്യാനിക്കേണ്ടത് കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച വ്യഥകൾ, കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടത, കാൽവരി ക്രൂശ്. അതിനു മുൻപ് പീലാത്തോസിന്റെ ട്രയലിന്റെ മോമെന്റ്, മുൾക്കിരീടം തലയിൽ വെച്ച് അടിച്ച് കർത്താവിനെ അവഹേളിച്ചപ്പോൾ, അവനെ തുപ്പിയപ്പോൾ, അവനെ പരിഹസിച്ചപ്പോൾ, ഇതെല്ലാം കർത്താവ് സഹിച്ചത് സ്വന്തം പാപത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ പാപത്തിന് വേണ്ടിയിട്ട്, ലോകത്തിൽ ജനിക്കാൻ പോകുന്നവരുടെ പാപത്തിന് വേണ്ടിയിട്ട്, അനേകരുടെ പാപത്തിന് മറുപടിയായി നാം അനുഭവിക്കേണ്ടുന്ന വ്യതകൾ, പാപത്തിന്റെ ശിക്ഷ സ്വയമായിട്ട് ഏറ്റെടുത്ത് നമ്മുടെ രക്ഷിതാവിനെ നമുക്കൊരു പ്രാവശ്യം കൂടെ ഓർക്കാം. നമ്മൾ പൊരുന്ന ലേഖനത്തിൽ അല്പം കഴിയുമ്പോൾ ഞാനത് വായിക്കും. പൊരുന്ന ലേഖനത്തിൽ നാം വായിക്കുന്നത് ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കും. ഇന്ന് നാം ആ കർത്താവിന്റെ മരണത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ മേശയിൽ പങ്കെടുക്കാം. കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നാം ഈ മേശയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ചില അഷ്വറൻസസ് ഒക്കെ ഉണ്ട്. നാം ഒന്നാമത് ഓർക്കുന്നത്, നാം ഇവിടെ യേശുവിന്റെ സന്നിധി, നമുക്കിവിടെ ഫിസിക്കലി നമുക്ക് ഇവിടെ യേശു ഫിസിക്കലി ഇവിടെ ഇല്ല, പക്ഷെങ്കിൽ നാം ഇവിടെ ആയിരിക്കുന്നത് we are in the presence of Jesus Christ. ഞാൻ ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ടാണ് ഈ മേശയിൽ പങ്കെടുക്കുന്നത്. We remember that Jesus died for us. നേരത്തെ പറഞ്ഞതാണ്, we remember that Jesus died for us. അവൻ എനിക്ക് വേണ്ടി മരിച്ചു, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് നാം ഓർക്കുന്നു. അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് നാം ഓർക്കുന്നത്. അതുപോലെ തന്നെ നാം ഓർക്കുന്നത് എന്താണ്? കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് നമുക്ക് അനേക പ്രയോജനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമുക്ക് രോഗം വരാതെ നാം ജീവിക്കാൻ നമ്മെ ദൈവം അനുവദിക്കുന്നത് കർത്താവിന്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളായി തീരുന്നത് കൊണ്ട്, നമ്മുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ നിമിത്തം നമുക്ക് വന്ന മാറ്റങ്ങൾ. അപ്പോൾ we participate in the benefits of the death of Jesus Christ. അതുപോലെ തന്നെ നമുക്ക് ഈ ശാരീരികമായി ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെങ്കിൽ നമുക്ക് ഭൗതികമായിട്ടുള്ള ആഹാരങ്ങൾ ആവശ്യമാണ്. ആത്മീയ ജീവിതത്തിന്റെ നമ്മെ നിലനിർത്തുന്ന ഒരു നറിഷിംഗ് ആണ് നമ്മുടെ ഈ തിരുമേശയിൽ ഉള്ള ഈ participation. When we come to participate in the Lord's Supper, it also gives us spiritual nourishment. It gives us new hope, and also it increases our faith in Jesus.
മറ്റൊരു കാര്യം നാം ഓർക്കുന്നത് എന്താണ്? നാം ഒറ്റയ്ക്കല്ല കർത്താവിനെ പിന്തുടരുന്നത്. എബ്രായ ലേഖനത്തിൽ നാം കാണുന്നല്ലോ, സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. അപ്പൊ നാം ഇവിടെ ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് ഇവിടെ ഇരിക്കുന്നെങ്കിലും വി ആർ പാർട്ട് ഓഫ് എ ലാർജ് number of people worldwide who have accepted Jesus Christ, and we are united with them. We are united with all the others. ഈ അത്താഴത്തിൽ പങ്കെടുക്കുന്ന മറ്റ് ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളുമായിട്ട് നമ്മൾ ഐക്യപ്പെട്ടിരിക്കുന്നവരാണ്. അതുപോലെ തന്നെ നാം ഓർക്കുന്ന എന്താണ്? കർത്താവ് നമ്മെ ആഴമായി സ്നേഹിക്കുന്നു. കർത്താവിന്റെ സ്നേഹം നമ്മെ ഒരിക്കലും വിട്ടുപിരികയില്ല. കർത്താവ് നമ്മെ ആഴമായി സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ നാം ഓർക്കുന്ന എന്താണ്? നാമും കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ഇഷ്ടമല്ലാത്തതൊന്നും വരാതെ ഇരിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ്. നാം കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. നാം ഒരിക്കലും കർത്താവിന് ഒരു അപമാനമായി തീരുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിനെ സ്നേഹിക്കുന്നവർ കർത്താവിന്റെ ഹിതം നിറവേറ്റും, കർത്താവിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യും. നാം ഈ മേശയിൽ പങ്കെടുക്കുമ്പോൾ അപ്രകാരം ജീവിക്കുവാനും അപ്രകാരം പ്രവർത്തിക്കുവാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് ഞാൻ ചില വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി മുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ ഞാൻ എനിക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ഞാൻ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ്. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ദൈവത്തിന്റെ സന്നദ്ധിയിൽ നാം ഇതിൽ പങ്കെടുക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവകൃപയാൽ നാം നിറയപ്പെടട്ടെ. നമുക്ക് ഞാനിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പാട്ട് വേണം. ദൈവത്തിൻ
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ പാടിയതുപോലെ ഇത്ര വലിയൊരു സ്നേഹത്താൽ നീ ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് സ്തോത്രം. ഒരു കണ്ണിനും ഞങ്ങളോട് ദയ തോന്നാതെ ഞങ്ങൾ ദൈവത്തിൽ നിന്നും ദൈവരാജ്യത്തിൽ നിന്നും അന്യപ്പെട്ട് പാപത്തിലും അതിക്രമങ്ങളാലും വലഞ്ഞവരായിരുന്ന ഞങ്ങളെ കർത്താവിന്റെ ഓമനകുമാരൻ ലോകത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് ഞങ്ങളെ സ്വതന്ത്രരാക്കി, പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി, നിത്യശിക്ഷാവധിയിൽ നിന്ന് സ്വതന്ത്രരാക്കി ഞങ്ങളുടെ നിത്യജീവന്റെ അവകാശികളാക്കി തീർത്തതുകൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ അവിടുത്തെ ഈ തിരുമേശയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവേ, ഇത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനോടുള്ള ഞങ്ങളുടെ സ്നേഹം വർദ്ധിക്കുവാൻ, കർത്താവിന് ഞങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ അധികം പ്രവർത്തിക്കുവാനുള്ള തീരുമാനങ്ങൾ പുതുക്കുവാൻ ഈ തിരുമേശ ഇന്ന് പകൽക്കാലം കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഞ്ഞുകളെ കർത്താവ് അനുഗ്രഹിച്ച് നിന്റെ ജനത്തിന് നൽകണമേ. കർത്താവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. Now let us take the bread and eat it. Praise you. Hallelujah. പിന്നെ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കൊടുത്തു. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം. Now let us take the cup and drink. Hallelujah. Praise you, Jesus. Glory to God. Praise the name of Jesus. Praise the name of Jesus. Hallelujah. Hallelujah. Praise you, God. Thank you, Jesus, for blessing the cup and the bread. I thank you for all those who participated in it. Pray that your hands of blessing to be upon each and every one. In Jesus' name. Amen. I'm going to read a scripture. I'm going to read it in English and in Malayalam. Now, may the God of peace himself sanctify you completely. Hallelujah. And may your whole spirit, soul, and body be preserved blameless at the coming of our Lord Jesus Christ. He who calls you is faithful. He who also will do it. Brethren, pray for us. Greet all the brethren with a holy gift. Hallelujah. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുവാനാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുവാനാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുകയും. Hallelujah. ഈ സമയത്ത് we will sing a song and greet each other, whichever way you feel comfortable. You can do that. And then after the song, Brother Wilson will come and pray and close our Lord's Supper. And then after we will sing one more song, and then we will close the worship service.
ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാലങ്ങളിൽ കൂടി ഞങ്ങളെ സ്നേഹിച്ച ആ സ്നേഹത്തെ കർത്താവേ, ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ഓർക്കുവാൻ ദൈവം ഒരുക്കിയ ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവേ, ചെറിയതായ രക്തം കാലിൽ നുറുക്കപ്പെട്ടതായ ഞങ്ങളുടെ ശരീരം അപ്പാ ഈ രാവിലെ ഞങ്ങൾക്ക് ഓർക്കുവാൻ ഞങ്ങളുടെ വരവിനെ അറിവ് താമസിച്ചത് കൊണ്ട് ഒരുമിച്ചത് ഞങ്ങൾ ഭാഗമാക്കാകുവാൻ തക്കവണ്ണം ദൈവമേ അടിയങ്ങൾക്ക് ഇടയാക്കി ഓർത്ത് സ്തോത്രം. ഞങ്ങൾക്ക് ആർക്കും ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരുവാൻ ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വചനം പറയുന്ന പോലെ പാപം അറിയാത്തവനെ ദൈവത്തിന്റെ നീതി അവൻ ആകേണ്ടത് സ്വയം പാപമാക്കി അടിയങ്ങൾക്ക് വേണ്ടി, അടിയങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ആമീൻ പാപം അറിയാത്ത അങ്ങ് ഹല്ലേലൂയ സ്വയം പാപമാക്കി തീർന്നു, പരസ്യ കോലമായി തീർന്നു. ഹല്ലേലൂയ രാവിലെ ഞങ്ങൾ ഓർക്കുകയാണ്, ആ കാലുവയിലേക്ക് ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവേ. ദൈവമേ ഹല്ലേലൂയ ഇതൊന്നും ഞങ്ങൾക്ക് കർത്താവേ ഞങ്ങൾക്ക് കുറ്റത്തിനും ശിക്ഷാവിധിക്കും ഇടയായി തീരാതെ ഞങ്ങളാലാവോളം ഈ യേശുവിന്റെ ത്യാഗത്തെ മറ്റുള്ളവരോട് സംസാരിപ്പാൻ, പറയുവാൻ, ലജ്ജ കൂടാതെ അറിയിപ്പാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഫോണിൽ അനേകര് ഇതിന്റെ ഭാഗമാക്കുവാനുണ്ട് കർത്താവേ. ഞങ്ങളുടെ അസ്ഥിയും മാംസവുമായ അനേകം ഞങ്ങളുടെ കർത്താവേ സഹോദരങ്ങള് വരും ദിവസങ്ങളില് അവയിൽ കടന്നു വന്നതിൽ ഭാഗമാക്കാകുവാൻ ഞങ്ങൾക്കിടയാക്കണം. ഇന്നെല്ലാവരും നാളെ കർത്താവേ ഈ ലോകം വിട്ട് ഞങ്ങൾ കടന്നു പോകും. കർത്താവിന്റെ സന്നിധി നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. അന്ന് ചോദിക്കും, നിനക്ക് നന്നായിസ്, നീ എന്നെ കുറിച്ച് എന്താണ് ഈ ഭൂമിയിൽ പറഞ്ഞത്? നീ നേടിയ ആത്മാക്കൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നീ തിരച്ചയ്ക്കായി ഇവിടെ നിൽക്കുവാൻ ഇടയാകാതെ ഞങ്ങൾ നേടുന്ന ആത്മാക്കളെ ഇരുപുറവും നിർത്തി ദൈവമേ ഞാൻ നേടിയ ആത്മാവാണ്, അങ്ങയെ കുറിച്ച് ഞാൻ പറഞ്ഞ അതേ ഹല്ലേലൂയ വചനത്താല് നേടിയ ആത്മാവിനെ കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങൾക്ക് കർത്താവ് കൃപ തരണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവിനുള്ള ആരും നഷ്ടമാകല്ലേ, ആരും നഷ്ടമാകല്ലേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടമാകല്ലേ കർത്താവേ. നിത്യതയുടെ തീരത്ത് ഞങ്ങളെല്ലാവരും കാണുവാനിടയാകണം കർത്താവേ. ശുശ്രൂഷകൾ നടത്തുവാൻ സ്തോത്രം ചെയ്ത് കർത്താവേ, വചനത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നിന്റെ മകൻ ഞങ്ങളോട് പറഞ്ഞ എല്ലാ കർത്താവേ ഹൃദയത്തിന്റെ പലകമേൽ എഴുതി വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്തിക്കും ആമേൻ ജീവനും ആവശ്യമായതെല്ലാം അവിടുന്ന് നൽകി തന്നതോർത്ത് സ്തോത്ര കർത്താവേ. വരും ദിവസങ്ങൾ കടന്നു പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം ദൈവത്തിന്റെ കരം അവിടുന്ന് കൂടെ ഇരുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ നാട്ടിലായിരിക്കും ഞങ്ങളുടെ ദൈവദാസന്റെ കരങ്ങൾ തരികയാണ്. അല്ലെങ്കിൽ വടക്ക് യാത്രയിലൊക്കെ കർത്താവേ പ്ലാനുകളൊക്കെ ചെയ്യുന്നു. എന്റെ മകന്റെ യാത്രയിലും കൂടെ ഇരിക്കണം. ഒരുമിച്ച് നല്ല നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനയുടെ യാതൊന്നും കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ. നമുക്ക് അല്പസമയം കൂടെ ദൈവസന്നിധിയിൽ ഒരു പാട്ട് കൂടെ നമ്മൾ പാടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ചായൻ പ്രാർത്ഥിച്ച് സഭായോഗം ഇന്ന് അവസാനിപ്പിക്കും. കണ്ടാലും കാൽവറിയിൽ കുരിശിൽ ശിരസതും ചാഞ്ഞു പരൻ കണ്ണേടുക പ്രിയരേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ കണ്ണേടുക പ്രിയരേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ ശിരസിൽ മുൾമുടി അണിഞ്ഞവനായി ഹൃദയം നേർന്നയായി തകർന്നവനായി ശിരസിൽ മുൾമുടി അണിഞ്ഞവനായി ഹൃദയം നേർന്നയായി തകർന്നവനായി വേദനയാൽ ഏറ്റം ശിരസതും ചാഞ്ഞു
വിലയല്ലോ നൽകിയവൻ എന്റെ സ്വർഗീയ സമ്പൂർണ്ണനാക്കിയിടുവാൻ. വിലയല്ലോ നൽകിയവൻ എന്റെ സ്വർഗീയ സമ്പൂർണ്ണനാക്കിയിടുവാൻ. ആരും ഈ സഭയെ അവിടെ ധാരാളമായി ചേർത്തിട്ടുണ്ടോ കർത്താവെ, ഇനി ഞങ്ങൾ കറക്കുമാറായ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മാക്കളെ കൂട്ടുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഈ ചുറ്റുപാടുകളിൽ നിന്ന് ആത്മാക്കളോട് കൂട്ടുവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചുറ്റുപാട് അൽവാസികളിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും സൗഖ്യമാക്കണേ. കുഞ്ഞുപതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരിയായ ഞങ്ങളുടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ ക്രിസ്ത്യാനി രാജ്യമാക്കി തിരികെ പ്രാർത്ഥിക്കുന്നു. ജനങ്ങളെ അവിടെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കർത്താവെ. ഞങ്ങളുടെ കൊച്ചുകളുടെ വേണ്ടി കർത്താവെ അങ്ങോട്ട് പ്രാർത്ഥിക്കർത്തവേ. ലോകത്തിലെ പ്രയാസം ആശ്വാസം പ്രാർത്ഥിക്കുന്നു. ജോലി കാര്യങ്ങളിലെ സ്കൂളിലെ അടുത്ത ഒരൊറ്റ കാര്യം ഞങ്ങളുടെ എല്ലാവരും മറിച്ചുകൊള്ളണമേ. പ്രാർത്ഥനകൾക്കായി സ്വോത്രം, പ്രാർത്ഥനകളെ സ്വോത്രിന്റെ വലിയൊരു നാമത്തിൽ തന്നെ Amen. Praise God. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാറിയവായി മനസ്സലിയുടെ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സലിയുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.